ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ മലമറിക്കുമെന്ന് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് ചെയ്ത് കാണിക്കുവാനാണ് വിഷമം. തിരുവനന്തപുരം നഗരസഭയുടെ കാര്യത്തിൽ മറിച്ചൊന്നല്ല സംഭവിച്ചത്. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിടേണ്ടി വന്നിരുന്നു. ആര്യ രാജേന്ദ്രനെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും നിരന്തരമായി ആക്രമിച്ചിരുന്നു. എങ്കിലും അവർ ഭരണം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഭരണം മാറി ഇപ്പോൾ BJP വന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയിൽ BJP വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുടിവെള്ളക്ഷാമത്തിനും തെരുവു വിളക്കുകൾ പ്രവർത്തിക്കാത്തതിനും പിന്നാലെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് തലവേദനയായി മാലിന്യ പ്രശ്നവും. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞതോടെ നഗരത്തിലെ പലയിടങ്ങളിലും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. പ്രശ്നത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെടണമെന്ന് നഗരവാസികളുടെ ആവശ്യം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നിട്ട് 4 മാസം പിന്നിട്ടു. മേയറുടെയും പുതിയ ഭരണസമിതിയുടെയും അവകാശവാദങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം തലസ്ഥാനത്തെ പലയിടങ്ങളിലെയും കാഴ്ച ഇങ്ങനെയാണ്. വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യ ശേഖരണം പാളിയതാണ് നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. എന്താണല്ലേ, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുവാനും വിമർശിക്കുവാനും വളരെ എളുപ്പമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാനാണ് ബുദ്ധിമുട്ട്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചു തുടങ്ങിയപ്പോൾ BJPക്ക് പണി പാളിയെന്ന് മനസ്സിലായി. ഇനി ജനങ്ങളോടാണ്. ഭരണം എന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. അതിന് കഴിവ് വേണം, പ്രാഗൽഭ്യം വേണം. കഴിവും പ്രാഗൽഭ്യവും ഒന്നുമില്ലാത്തവര് ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ ഇതാണ്.